മനസ്സിനെ വൃത്തിയാക്കാം. എങ്ങനെ നമുക്ക് മനസ്സിനെ വൃത്തിയാക്കാം? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് ഓർമ്മകൾ കടന്നു വരും. അത് ചിലപ്പോൾ നമ്മുടെ വിഷമങ്ങളാവാം, നമുക്ക് പറ്റിയ അബദ്ധങ്ങളാവാം, ഫെയിലിയർ ആവാം, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാറുണ്ട്. ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ ബ്രീത്തിങ് എക്സസൈസ് തന്നെയാണ്. നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മുടെ ബ്രീത്തിങ് എക്സസൈസ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നന്ദിയുള്ളവരായിരിക്കുകയെന്ന്. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള പല പല നല്ല കാര്യങ്ങൾ നമ്മൾ മറന്നിട്ടാണ് നമുക്ക് കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ ഓർത്ത് നമ്മൾ വിഷമിക്കുന്നത്. അതിന് ഏറ്റവും നല്ലൊരു വഴിയാണ് ജേർണലിംഗ്. നമ്മൾ എഴുതുക, നമുക്ക് സംഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ എഴുതുക. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് പോസ്റ്റ്പോൺ ചെയ്യുക. നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളെ അത് ഇപ്പോഴേ സംഭവിക്കില്ല, കുറച്ച് കഴിയട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഇതും നമ്മളുടെ മനസ്സിനെ ക്ലീൻ ചെയ്യും. നമുക്ക് അത്രയും സ്പേസ് നമുക്ക് കിട്ടും. അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതിനെ അക്സെപ്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നു വരില്ല. അടുത്തതായിട്ട് വേണ്ടത് നമ്മൾക്ക് ഉണ്ടാകുന്ന റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ഇമാജിൻ ചെയ്യുക. നമുക്കുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്കുണ്ടാകുന്ന റിസൾട്ടിനെ നമ്മൾ ഇമാജിൻ ചെയ്യുക. അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോഴും നമ്മുടെ ബ്രെയിൻ ക്ലീൻ ആവുന്നതായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് പോമഡോറോ മെത്തേഡ്. ഇത് നമുക്ക് ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യും. നമുക്ക് കുറേ നേരം ഇരുന്ന് പഠിക്കാനോ വർക്ക് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു അരമണിക്കൂർ വെച്ച് സെറ്റ് ചെയ്യാം. 25 മിനിറ്റ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നു, 5 മിനിറ്റ്സ് ബ്രേക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരു 4 വട്ടം കഴിയുമ്പോൾ 30 മിനിറ്റ്സ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ ബ്രെയിന് സ്ട്രെസ് ഇല്ലാതെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലി പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും.